നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ വാതിലിനെ എത്ര അടച്ചുറപ്പാക്കിയാലും ദൈവത്തിന്റെ മക്കളുടെ പ്രാർത്ഥിക്കുന്നവന്റെ സ്തുതി മതി, ആരാധന മതി. ദൈവം എത്ര കാലപ്പഴക്കമുള്ള കോട്ടവാതിലിനെയും ഇടിച്ച് താഴെ കളയും. ദൈവത്തിന്റെ ജനം വാഗ്ദത്തങ്ങളിലേക്ക് നടന്നു കയറും. ഇന്ന് ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് അതാണ്. ഇസ്രായേൽ മക്കളുടെ നിമിത്തം യെരിഹോ കോട്ട അടച്ചുറപ്പാക്കിയിരുന്നാണ് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ നീ കയറണ്ട, ദൈവം വാഗ്ദാനം കൊടുത്തിരിക്കുന്ന പട്ടണമാണ്, പക്ഷെ അത് പിടിക്കാൻ സമ്മതിക്കുന്നില്ല. അതിനെ പിടിച്ചു വെച്ചിരിക്കുക, അടച്ചു വെച്ചിരിക്കുക, കോട്ട ഉറപ്പാക്കിയിരിക്കുകയാണ്. പക്ഷെ ദൈവമക്കളോട് ദൈവം പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ സ്തോത്രം ചെയ്താൽ മതി. ഒന്നുകൂടെ പറഞ്ഞാൽ 6 ദിവസം മൗനമായി നിന്നിട്ട് 7-ാം ദിവസം ആർപ്പിട്ടാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവൻ സ്തോത്രം പറഞ്ഞാൽ അതിന് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ കർത്താവ് പറയുമ്പോൾ ആർപ്പിട്ടാലും ശക്തിയുണ്ട്. പുറമേ കാണുമ്പോൾ ആയുധങ്ങളൊന്നും കാണുകയില്ലായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ലോകം കാണുന്ന ഒരു സാധ്യതകളും നിങ്ങൾക്കൊരു വഴി തുറക്കാനായിട്ട് കാണുകയില്ലായിരിക്കും. ലോകക്കാരതുകൊണ്ട് നിങ്ങളെ പുച്ഛിക്കുമായിരിക്കും. ഈ മണ്ടന്മാര്, ഈ ബുദ്ധിഹീനന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ സൻബല്ലത്തും തോബിയാവും കളിയാക്കി. ഇസ്രായേൽ ജനം എന്ത് ചെയ്യാൻ പോവുകയാണ്? അവർക്ക് ഒരു സോഴ്സും ഇല്ല, ഒരു സ്വാധീനവുമില്ല. പക്ഷേ നെഹമ്യാവ് പറയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഇവിടെ ജനം പാട്ടുപാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിച്ചു. ഇന്ന് ഈ സന്ദേശങ്ങൾ കണ്ട സഹോദരങ്ങളെ, നിങ്ങൾ നിരാശപ്പെട്ട് വലിയ കോട്ട കണ്ട് ഭാരപ്പെട്ട് എങ്ങനെ കുത്തിമറിക്കാമെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവശബ്ദം കേട്ടാൽ മതി. ദൈവശബ്ദം കേൾക്കുന്നവന് സ്തോത്രം പറഞ്ഞാൽ മതി. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വലിയ കോട്ടകൾ എത്ര പഴക്കമുള്ളതാണെങ്കിലും എത്ര അടച്ചുറപ്പാക്കിയതാണെങ്കിലും നിങ്ങൾക്ക് ദൈവം ഒരു അവകാശം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തകർക്കാനും അല്ല അതിനപ്പുറത്തേക്ക് പ്രവേശിക്കുവാനും ദൈവം നിങ്ങൾക്ക് വഴി തുറന്നു തരും. ഹല്ലേലൂയ, ആമേൻ. അതെ, കർത്താവ് വഴി തുറക്കുന്നവനാ. ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു, അത് ആർക്കും അടച്ചുകൊടുന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഫിലാദൽഫിയ സഭയോട് ദൂത് പറയുകയാണ്. ഞാൻ നിന്റെ മുമ്പിൽ, നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു, ആർക്കും അത് അടച്ചുകൂടാ. കാരണം അത് പറയുന്ന ആരാന്നറിയാമോ? ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനാ, അവകാശമുള്ള രാജാവാണ് അവൻ. ഹല്ലേലൂയ. അവൻ താക്കോൽ കൈവശമുള്ളവൻ പറയണം, ഞാൻ തുറന്നു വെക്കുകയാണ്, നീ കേറിക്കോ, ആർക്കും അത് അടയ്ക്കാൻ പറ്റുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങൾ ആരോടാണ് വിഷയം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആരുടെ മുമ്പിലാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ, അവൻ അധികാരമുള്ളവനാ. അവൻ നിങ്ങളുടെ വാഗ്ദത്തങ്ങളുടെയും നന്മകളുടെയും അനുഗ്രഹത്തിന്റെ കലവറയുടെ താക്കോൽ കൈവശമുള്ളവനാ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പത്മോസ് ദ്വീപിൽ വെച്ച് യേശു കർത്താവ് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് യോഹന്നാനോട്, യേശുവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലനോട് പറയുകയാണ്, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു. യേശു പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇതാ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. എത്ര വലിയ ആശ്വാസവും ധൈര്യവും നൽകുന്ന വാക്കാ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ പിശാചിന്റെ കയ്യിലല്ല, എന്റെ കൈവശം. ആമേൻ. അതെ, നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനുള്ള കീ, നിങ്ങൾക്ക് വേണ്ടി എവിടെയാണ് തുറക്കേണ്ടത് അതിനുള്ള കീ ദൈവത്തിന്റെ കയ്യിലുണ്ട്. ലോകത്തിലുള്ള കീസ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷെ ഒറിജിനൽ കീ ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ പ്രാർത്ഥിച്ചോ, ദൈവം വഴി തുറക്കും. ഹല്ലേലൂയ. അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. അത് നിങ്ങളുടെ മക്കളുടെ വിഷയമായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയമായിരിക്കാം, സാമ്പത്തികമായ ഞെരുക്കവും തകർച്ചയുമായിരിക്കാം. ദൈവം തുറക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിൽ താക്കോലുണ്ട്, അവൻ തുറക്കും. മറവിടങ്ങളിലെ ഗുപ്ത നിധികളൊക്കെ ദൈവം കരുതിയിട്ടുണ്ട്. വാതിൽ അവൻ തുറക്കാൻ ശക്തനാണ്. യേശു പറഞ്ഞില്ലേ, ഞാൻ വാതിലാകുന്നു. യേശു തന്നെ വാതില. എങ്ങോട്ടുള്ള? സ്വർഗത്തിലേക്കുള്ള വാതിൽ, ദൈവത്തിലേക്കുള്ള വാതിൽ, സ്വസ്ഥതയിലേക്കുള്ള വാതിൽ, സമാധാനത്തിലേക്കുള്ള വാതിൽ, രക്ഷയിലേക്കുള്ള വാതിൽ. അതെ, യേശുവാണ് വാതിൽ. ഹല്ലേലൂയ. ആ യേശുവിലേക്ക് നമ്മൾ കയറിയാൽ അവനാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നാം അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. എല്ലാ നന്മകളും അവനിൽ നാം പ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വഴിയില്ല, വാതിൽ തുറക്കില്ല എന്ന് ചിന്തിച്ച് ആകുലപ്പെടരുതെന്ന് പരിശുദ്ധാത്മാ പറയുക. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഇടപെടുവാൻ, ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. അവൻ അത്ഭുതങ്ങളെ ചെയ്യും. സ്വർഗത്തിൽ വാതിൽ തുറന്നതായിട്ട് യോഹന്നാൻ കാണുകയാണ്. ഹല്ലേലൂയ. ദൈവം വാതിൽ തുറക്കും. എത്ര അടച്ചതിനെ തുറക്കാൻ ദൈവം ശക്തനാണ്. പ്രിയ കർത്താവേ, ഈ സന്ദേശങ്ങൾക്ക് നിന്റെ പ്രിയപ്പെട്ടവര് എങ്ങോട്ട് പോകുമെന്നറിയാതെ, എന്ത് ചെയ്യുന്നറിയാതെ
മുൻപോട്ട് ഗമിക്കാൻ കഴിയാതെ, അടച്ചുറപ്പാക്കപ്പെട്ട കോട്ടകളുടെ മുമ്പിൽ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി കാണാൻ കഴിയാതെ നിരാശപ്പെട്ടും മനം കലങ്ങി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്ന് കർത്താവെ സഹോദരിമാര് ഉയർപ്പിന്റെ ദിവസത്തിൽ ഭാരപ്പെട്ടു നിന്നപ്പോൾ അവർ അറിയാതെ തന്നെ അവർക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റി ദൂതനതിന് മുകളിൽ ഇരുന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ മക്കളുടെ വിഷയത്തിന് വേണ്ടി ഭാരമേറിയ കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ ദൂതന്മാരെ അയക്കുന്നതിനായി നന്ദി. നിന്റെ മക്കൾക്ക് ഭാരങ്ങൾ മാറട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ നിന്റെ മക്കൾക്ക് വേണ്ടി വാഗ്ദത്തങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. അത്ഭുതങ്ങളുടെ വാതിൽ യേശുവിന്റെ നാമത്തിൽ ഈ വീട്ടിൽ തുറക്കട്ടെ. കർത്താവ് മക്കൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തിന്റെ വാതിൽ തുറക്കട്ടെ. ആമേൻ. കർത്താവിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് കടക്കട്ടെ. അവിടുത്തെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അത്ഭുതങ്ങളുടെ വാതിൽ കർത്താവ് നിങ്ങൾക്ക് തുറക്കട്ടെ. കുറെ പേർക്ക് നിങ്ങൾ സന്ദേശം ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.